ദൈവത്തിലുള്ള സമർപ്പണത്തിലൂടെ സമാധാനം കൈവരിക്കുന്ന വഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് ഹജ്ജിലെ ഈ അറഫാ ദിനം എന്നുള്ളത്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അല്ലെങ്കിൽ എബ്രഹാം അവരുടെ ജീവിതവുമായി അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയി. ആ മഹാനായ പ്രവാചകൻ ദൈവിക സമർപ്പണത്തിൻ്റെ പാതയിൽ അർപ്പിച്ച ത്യാഗങ്ങൾ ഓർത്തുകൊണ്ട് നമ്മുടെ ദേഹേച്ഛകളെ, നമ്മുടെ ഇച്ഛകളെ, ലഹരിയും മറ്റും ഉപയോഗിക്കാനുള്ള നമ്മുടെ പ്രേരണകളെ, അല്ലെങ്കിൽ തെറ്റിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള നമ്മുടെ മനസ്സിൻ്റെ പ്രചോദനങ്ങളെ കാരുണ്യവാനായ ഒരു ദൈവത്തിലുള്ള വിശ്വാസത്തിൽ, അചഞ്ചലമായിട്ടുള്ള വിശ്വാസം മുറുകെ പിടിച്ച് അതിനു മുമ്പിൽ പരിത്യാഗം ചെയ്യാനുള്ള നമ്മുടെ മനസ്സിൻ്റെ ശക്തി വീണ്ടെടുക്കേണ്ട ദിവസമാണ് ഇന്ന്. ഒരിക്കലും മറ്റൊരാളെ ആക്രമിക്കാനോ ഉപദ്രവിക്കാനോ അവരുടെ വിദ്വേഷം കാണിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വന്തം വിശ്വാസത്തിന് വിരുദ്ധമായ മറ്റൊരു വിശ്വാസം മുറുകെ പിടിച്ചു എന്നതിൻ്റെ പേരിൽ വെറുക്കാനോ അല്ല ഈ ത്യാഗം. മനുഷ്യരോട് മുഴുവനും, മനുഷ്യരാശിയോട് മുഴുവനും കാരുണ്യം കാണിക്കാനും ദയ കാണിക്കാനും സ്നേഹം കാണിക്കാനും എൻ്റെ ജീവൻ്റെ നിയന്ത്രണം ആരൊന്നിലാണോ, ഏതൊന്നിലാണോ, ഈ നിമിഷം ഏതൊന്നിലാണോ ആ ദൈവത്തിലേക്ക് അചഞ്ചലമായ സമർപ്പണം അർപ്പിച്ചുകൊണ്ട് കരുത്തുറ്റൊരു ജീവിതം നമുക്ക് ലഭിക്കുന്ന ഈ നൈമിഷികമായ സമയ ഡ്യൂറേഷനിൽ കാഴ്ചവെക്കാനുള്ള ശക്തിയാണ് മഹാനായ പ്രവാചകൻ എബ്രഹാം അല്ലെങ്കിൽ ഇബ്രാഹിം നബി നമ്മുടെ മുമ്പിൽ ബാക്കിയാക്കിയത്. ഈശ്വര സമർപ്പണത്തിൻ്റെ പാതയിൽ ഒരുപാട് പ്രവാചകന്മാർ കടന്നുപോയിട്ടുണ്ട്. അതിൻ്റെ അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി. മുഹമ്മദ് നബി അവസാനമായി മനുഷ്യകുലത്തിന് എന്നും ലാസ്റ്റ് ചെയ്യുന്ന പ്രചോദനകമായിട്ടുള്ള പ്രഭാഷണം നടത്തിയതും ഈ അറഫ ദിനത്തിലാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. മനുഷ്യന് കരുത്ത് നൽകുന്ന, മനുഷ്യന് ഈ നൈമിഷികമായ ജീവിതത്തിൽ ഇവിടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പ്രചോദനങ്ങൾ നൽകുന്ന വലിയൊരു പ്രഭാഷണമായിരുന്നു. ചെറിയ പ്രഭാഷണമായിരുന്നു, എന്നാൽ ആ ചെറുതിൽ വലിയ കരുത്തുള്ള പ്രഭാഷണമായിരുന്നു അത്. മഹാനായ പ്രവാചകൻ എബ്രഹാം അല്ലെങ്കിൽ ഇബ്രാഹിം നബി ബാക്കിയാക്കുന്ന ഒരുപാട് വലിയ പാഠങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഈ സമർപ്പണം എന്നുള്ള വാക്ക്, ഈശ്വര സമർപ്പണത്തിലൂടെ സമാധാനം കൈവരിക്കുക, ഇതില്ലെങ്കിൽ ഇതിൻ്റെ അറബി പദം വരുന്ന ഇസ്ലാം എന്ന വാക്കിൻ്റെ ആ ഒരു വാക്കിലെ ഏറ്റവും കൂടുതൽ സമർപ്പണത്തിൻ്റെ വഴിയിൽ ത്യാഗങ്ങൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നേരിട്ടൊരു പ്രവാചകൻ കൂടിയായിരുന്നു ഈ പ്രവാചകൻ എന്നുള്ള പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ വേണ്ടിയുള്ള ആജ്ഞ വരുന്ന ഒരു നിമിഷം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആറ്റുനോറ്റുണ്ടായ കുഞ്ഞുങ്ങളെ, 2 കുഞ്ഞുങ്ങളായിരുന്നു ഉള്ളത്. കുഞ്ഞിനെ ദൈവത്തിന് മുമ്പിൽ അർപ്പിക്കാനുള്ള ആ ഒരു ആജ്ഞ വരുമ്പം അതിനനുസരിക്കാൻ വേണ്ടി തയ്യാറാകുകയാണ്. അവസാനം ആ അനുസരണം ദൈവം പരീക്ഷണത്തിൽ വിജയിച്ചൊരു സാഹചര്യത്തിൽ അതിനൊരു ആടിനെ പകരം വെക്കുകയാണ് ഉണ്ടായത്. തീർച്ചയായും ഈ ഒരു ദിവസം അറഫാ ദിനം എന്ന് പറയുമ്പം അവിടെ അതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അറഫാ ദിനം ആഘോഷിക്കുന്ന അവിടെ ഈ ഓർമ്മകളിലൂടെയൊക്കെ പോയിക്കൊണ്ട് ജീവിതത്തിലേക്ക് ഏറ്റവും ഹജ്ജ് എന്ന് പറയുമ്പോൾ എന്താണ്, പിന്നെ ജനിച്ചു വരുന്നൊരു കുട്ടിയുടെ നിഷ്കളങ്കതയോടെയും ലാളനയോടെയും സ്നേഹത്തോടെയും ദയയോടെയും മറ്റു മനുഷ്യരെ സ്നേഹിക്കാനുള്ള മനസ്സോടെയുമാണ് അവർ തിരികെ വരേണ്ടത്. ആ ഒരു ഇതിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഈ അറഫാ ദിനത്തിൽ അവർക്ക് നോമ്പില്ല. മറിച്ച് അറഫാ ദിനം പറ്റാത്തവർക്ക്, അറഫാ ദിനം അവിടെ ആഘോഷിക്കാൻ പറ്റാത്തവർക്ക് ഇവിടെ നോമ്പെടുത്തുകൊണ്ട് ആഘോഷിക്കുന്നു. മനസ്സിലായില്ലേ? ഇവിടെ ഒരു ത്യാഗം ചെയ്യുന്നു. അത് അറഫയിൽ പങ്കെടുക്കാത്തവർക്ക് ത്യാഗം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊരു റിലീജിയസ് ലോജിക്കായിട്ടാണ് ദൈവത്തെ നമ്മൾ കണ്ടെത്തേണ്ടത്. തീർച്ചയായിട്ടും ഈ അറഫാ ദിനം നൽകുന്ന ഈ ഒരു പാഠം ജീവിതത്തിന് മുമ്പിൽ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പം കാരുണ്യവാനായ ഒരു ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് അർപ്പണബോധത്തോടെ സ്വന്തത്തെ തിരിച്ചറിയലാണ് ദൈവത്തിലേക്കുള്ള അർപ്പണത്തിൻ്റെ ആദ്യ വഴി എന്നുള്ളത്. ദൈവത്തെ അനുഭവിച്ചറിയൽ എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവനെ അനുഭവിച്ചറിഞ്ഞെത്തുന്നതാണ് തുടങ്ങുന്നത്. അല്ലാതെ ചരിത്രങ്ങളിലൂടെയും മറ്റും പോയി അവിടെ തപ്പി ഇവിടെ തപ്പി സാങ്കല്പിക ദൈവങ്ങളെയും ചിന്തിച്ചിരിക്കലല്ല. പലർക്കും ദൈവം ഒരു സങ്കല്പമാണ്. ദൈവം ഇന്നലകളെങ്ങാനും ആരോ എഴുതി വെച്ചൊരു വാക്കാണ്.
അതൊന്നുമല്ല. ഈ നിമിഷത്തെ നമ്മുടെ ജീവനെ അനുഭവിക്കുന്ന ഒരു നിമിഷം നമ്മൾ അനുഭവിക്കുന്ന ഒന്നാണ് ദൈവം എന്നുള്ളത്. ദാറ്റ് ഈസ് എ റിയാലിറ്റി. ദാറ്റ് ഈസ് എ റിയാലിറ്റി. ആ റിയൽ ബോധം നമ്മളുടെ ഉണ്ടാകുമ്പോഴേ ഈ അറഫകളൊക്കെ നമുക്ക് പാഠങ്ങളായിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ ഇതൊരു ചരിത്ര മുഹൂർത്തം, അത് ഇന്നത്തെ മനുഷ്യന് യാതൊരു സ്വാധീനവും ഇല്ലാത്ത എന്തോ ഒരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു. ഇബ്രാഹിം നബി എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ആ പ്രവാചകന് 2 ഭാര്യമാരുണ്ടായിരുന്നു, 2 മക്കളുണ്ടായിരുന്നു. അവരൊക്കെ അങ്ങനെ ഓർത്ത് അങ്ങനെ പോകും. അതല്ല, മറിച്ച് അർപ്പണത്തിൻ്റെ പാതയിൽ ഓരോ നിമിഷവും നമ്മളെ മുമ്പിൽ എത്തൊക്കെ പ്രശ്നങ്ങളാണ്, സാമ്പത്തിക പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ, ഈ പ്രശ്നം, അതെല്ലാം ഉണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ മുറിക്കൊണ്ട് നമ്മുടെ ജീവനെ ഈ നമുക്ക് ലഭിക്കുന്ന ആ മരണം വരെ പിടിച്ചു നിർത്താൻ നമുക്കതുകൊണ്ട് സാധ്യമാവുന്നുണ്ട്. എല്ലാവർക്കും അറഫ ദിനാശംസകൾ നേരുന്നു.